ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര വെറൈറ്റി ആയിട്ട് മുട്ട കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് മാവ് കുഴച്ച് പരത്താതെ പെട്ടെന്ന് ബ്രെഡും മുട്ടയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടിലൻ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ ഇത് 3 മുട്ടക്കാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉറച്ചിട്ട് തന്നെ പുഴുങ്ങിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാനിലേക്ക് ഏകദേശം 1.5-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് ഓയിലോ വെളിച്ചെണ്ണ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എണ്ണ ചൂടായ സമയത്ത് ഇതിലേക്ക് 2 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 3-4 പച്ചമുളക് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ എരിവിനായിട്ട് നമ്മൾ വേറെ ഒന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇങ്ങനെ തന്നെ ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ നമ്മുടെ ഫില്ലിങ്ങിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാളയൊന്നും നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. നന്നായിട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ഓവർ സോഫ്റ്റായിട്ട് അങ്ങനെ വഴറ്റിയെടുക്കണം. നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന് സവാള, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അടച്ചു വെക്കാതെ ഇങ്ങനെ അങ്ങ് ഇളക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളായിട്ട് നമുക്ക് ഇത്രയും മാത്രം മതി. തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടനെ ഞാൻ ഒരു മുട്ടനെ 4 പീസായിട്ട് അങ്ങനെ 12 പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് പതുക്കെ മഞ്ഞയൊന്നും ഉടഞ്ഞു പോകാതെ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ മുട്ടയൊന്നും മൊത്തത്തിൽ ഉടഞ്ഞു പോകാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉറച്ചിട്ട് തന്നെ മുട്ട പുഴുങ്ങിയെടുക്കുക കേട്ടോ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഫില്ലിംഗ് അല്ലേ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിന് സ്പെഷ്യൽ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്ന ഒരു മെയിനായിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് കോൺഫ്ലേക്സ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഒട്ടുമിക്ക സ്നാക്സും ബ്രെഡ് ക്രംസിലല്ലേ കോട്ട് ചെയ്തെടുക്കുക, പക്ഷേ ഇതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കോൺഫ്ലേക്സിലാണ് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു ബൗളിൽ കുറച്ച് കോൺഫ്ലേക്സ് എടുത്തതിന് ശേഷം കൈ കൊണ്ട് ഒന്ന് ഞെരടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയിലൊന്നും ഇട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. കൈ കൊണ്ടൊന്ന് നമ്മൾ ക്രഷ് ചെയ്യുന്ന രീതിയിലൊന്നങ്ങ് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് ഫൈൻ പൗഡറായിട്ടൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഞാൻ വേറൊരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലാണ് കേട്ടോ ഡിപ്പ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു മുട്ടയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാല്, 2-3 ടേബിൾ സ്പൂൺ ചേർക്കട്ടെ, ഒരുപാട് പാല് കൂടി പോകണ്ട. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നിങ്ങൾ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നിങ്ങൾ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ ഈ ഒരു രീതിയിൽ അങ്ങ് മിക്സാക്കി കൊടുക്കുക. അഥവാ നിങ്ങൾക്ക് മുട്ട ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നമ്മൾ മൈദയിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു മിക്സ് റെഡിയാക്കുമല്ലോ, ആ ഒരു മൈദ മിക്സിൽ ഡിപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഏതാണോ ഇഷ്ടമുള്ളത് ചെയ്തെടുത്താലും മതി. അടുത്തത് നമുക്ക് ഈ ഒരു സ്നാക്ക് ബ്രെഡ് കൊണ്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഏകദേശം ഒരേ സൈസിലുള്ളത് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ തന്നെ മേടിക്കാൻ നോക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് പരത്തിയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് വേസ്റ്റ് ആവില്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ഒരെണ്ണം സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നല്ലൊരു തിന്ന് ഷീറ്റായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ പലരും ബ്രെഡ് പരത്തുമ്പോൾ പൊടിഞ്ഞു പോകുന്നു, ഇങ്ങനെ പരത്താൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം പറയലുണ്ട്. അങ്ങനത്തെ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. ബ്രെഡ് ഒരു ഏകദേശം 1 മിനിറ്റൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ആ ഒരു സമയം പെട്ടെന്ന് തന്നെ പരത്തിയെടുത്തതിന് അങ്ങനെ പൊടിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം ഞാനൊന്ന് സൈഡൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ബ്രൗൺ പാർട്ട് നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ എഗ്ഗിൻ്റെ ഫില്ലിംഗ് ഇല്ലേ, അത് ഇതുപോലെ ഒരു പീസ് എഗ്ഗും പിന്നെ കുറച്ച് ആ ഒരു ഉള്ളി മസാലയും കൂടിയായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങനെ തിങ്ങി വെക്കേണ്ട കേട്ടോ, കാരണം അറിയാമല്ലോ നമ്മുടെ ചെറിയ സൈസല്ലേ ബ്രെഡ്, അപ്പോൾ കുറച്ചായിട്ട് വെച്ച് കൊടുത്താൽ മതി.
അങ്ങനെ ഇതുപോലെ ചെരിച്ചിട്ട് ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമ്മളിത് കോണായിട്ടാണ് ട്രയാങ്കിൾ ഷേപ്പായിട്ട് അങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം സൈഡിൽ ഞാൻ കുറച്ച് പച്ചവെള്ളത്തോട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, 4 സൈഡിൽ നമുക്ക് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം കൊണ്ട് സാധാരണ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒട്ടും, അഥവാ ചിലപ്പോൾ ബ്രെഡിൻ്റെ പ്രശ്നം കൊണ്ട് ഒട്ടാണ്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ മൈദ പേസ്റ്റ് ഇല്ല, നമ്മൾ സമൂസയൊക്കെ ഒട്ടിക്കുന്നില്ലേ, കുറച്ച് മൈദ പച്ചവെള്ളത്തിലൊന്ന് കുഴച്ചിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ പ്രസ് ചെയ്ത് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ല, ഈ ഒരു രീതിയിൽ. അങ്ങനെ സൈഡൊന്നും ഗ്യാപ്പായി പോവോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ, കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. പിന്നെ കോൺഫ്ലെക്സ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചില്ലേ, അതിലേക്ക് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ റോളൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഈ ഒരു കോൺഫ്ലെക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കണേ, കാരണം ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും കേട്ടോ. നല്ല അതൊരു എണ്ണയിൽ പൊരിഞ്ഞ് വരുമ്പോഴുള്ള ഒരു ഫ്ലേവർ ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ നല്ലപോലെ കോട്ട് ചെയ്ത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, സാധാരണ നമ്മൾ റോളൊക്കെ ചെയ്തെടുക്കുന്നില്ല, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചൂടായ എണ്ണയിലേക്ക് 2 എണ്ണമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി എടുക്കുകയും ചെയ്യും. ബ്രെഡ് ആയതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും, പക്ഷേ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അങ്ങനെ ഞാനിതാ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ഇതാ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഇതുവരെ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. Thank you.